കേരളത്തിലെ കോൺഗ്രസ് ലെജിസ്ലേറ്റീവ് പാർട്ടി നേതാവായിട്ടും മുഖ്യമന്ത്രിയായിട്ടും ശ്രീ വി ഡി സതീശനെ കോൺഗ്രസ് ഹൈക്കമാൻഡ് നാമനിർദ്ദേശം ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ ഫോർമാലിറ്റിയും പ്രൊസീജിയറും അനുസരിച്ച് CLP യോഗം കൂടി ഒഫീഷ്യലായിട്ട് അത് അനൗൺസ് ചെയ്യും. ഇതിനെ സർവാത്മന ഞാൻ സ്വാഗതം ചെയ്യുകയാണ്, സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. तिरुवनंतपुरम के कांग्रेस कार्यालय में गुरुवार को नजारा कुछ ऐसा रहा। केरल के अगले मुख्यमंत्री के रूप में VD सतीशन के नाम का ऐलान होते ही कई दिनों से चल रहे सस्पेंस और अटकलों का दौर खत्म हो गया। इसके बाद पार्टी कार्यकर्ताओं ने खूब जश्न मनाया। UDF के चुनाव अभियान की अगुवाई करते हुए सतीशन ने हाल ही में हुए राज्य विधानसभा चुनावों में सत्तारूढ़ वामपंथी सरकार को करारी शिकस्त दी। 102 സീറ്റോട് കൂടിയാണ് അധികാരത്തിലെത്തിയത്. ആ ജനങ്ങളോട് ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ഒന്നൊന്നായി ഞങ്ങൾ ചെയ്തു തീർക്കും. കഠിനാധ്വാനം ചെയ്ത് പൂർണ്ണമായ അർപ്പണബോധത്തോടെ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്താൻ, കേരളത്തെ മാറ്റിയെടുക്കാൻ, പുതിയ ഒരു കേരളത്തെ സൃഷ്ടിക്കാൻ, ഒരു പുതുയുഗത്തിന് തുടക്കമിടാൻ ഞങ്ങൾ എല്ലാവരും ചേർന്ന് കഠിനാധ്വാനം ചെയ്യും. രാഷ്ട്രീയ പ്രവർത്തനവും പൊതുപ്രവർത്തനവും ജനങ്ങൾക്ക് വേണ്ടി നടത്തുന്ന കഠിനാധ്വാനവും അവർക്ക് വേണ്ടി അർപ്പണബോധത്തോടു കൂടി ചെയ്യുന്ന പ്രവൃത്തിയുമാണ് എന്ന് ഞങ്ങൾ അതിൻ്റെ നിർവചനം മാറ്റി എഴുതും. പൊതുപ്രവർത്തനത്തിൻ്റെയും രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെയും നിർവചനം അതായിരിക്കുമെന്ന് മാറ്റി എഴുതും. ഇതൊരു ദൈവികമായ നിയോഗമായി ഞാൻ കാണുന്നു. UDF ने 140 सदस्यीय राज्य विधानसभा में 102 सीटें जीतकर LDF को सत्ता से बेदखल कर दिया। इसके साथ ही पिछले एक दशक से चला आ रहा वामपंथी शासन खत्म हो गया। ഞങ്ങളുടെ ടീം UDFന് ഉജ്ജ്വലമായ വിജയം സമ്മാനിച്ച കേരളത്തിലെ ജനങ്ങളോട് ഞങ്ങൾ ഹൃദയം നിറഞ്ഞ നന്ദി പ്രകാശിപ്പിക്കുന്നു. ഈ വിജയം സാധ്യമാക്കി തീർത്ത UDF നേതാക്കൾക്കും 10,000 വരുന്ന UDF പ്രവർത്തകർക്കും ഞങ്ങൾ ഈ വിജയം സമർപ്പിക്കുന്നു. കേരളത്തിലുടനീളം ശക്തമായ പ്രചരണം നടത്തിയ പ്രിയങ്കരനായ ശ്രീ രാഹുൽ ഗാന്ധിക്കും, കോൺഗ്രസ് പ്രസിഡന്റ് ശ്രീ മല്ലികാർജുൻ ഖാർഗെയ്ക്കും, ശ്രീമതി പ്രിയങ്ക ഗാന്ധിക്കും, മറ്റ് AICC നേതാക്കൾക്കും ഞാൻ പ്രത്യേകമായ നന്ദി പറയുന്നു. പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുത്തപ്പോൾ ശ്രീമതി സോണിയാഗാന്ധിക്കും ശ്രീ രാഹുൽ ഗാന്ധിക്കും ഒരു വാക്ക് നൽകിയിരുന്നു. കേരളത്തിലെ UDFനെ തിളക്കമാർന്ന വിജയത്തോടു കൂടി തിരിച്ചു കൊണ്ടുവരുമെന്ന്. ആ വാക്ക് പാലിക്കാൻ കഴിഞ്ഞതിൻ്റെ നിറഞ്ഞ ചാരിതാർത്ഥ്യത്തോടു കൂടിയാണ് ഞാൻ നിങ്ങളെ കാണുന്നത്. കേരളത്തിലെ ജനങ്ങൾ ഒരുപാട് പ്രതീക്ഷയോടുകൂടിയാണ് ഇത്രയും വലിയ ഉജ്ജ്വലമായ വിജയം ടീം UDFന് സമ്മാനിച്ചത്. അക്ഷരാർത്ഥത്തിൽ ടീം UDF ഒരു കുടുംബമായി, ടീം UDF ഫാമിലിയായി ഒരുമിച്ച് നിന്ന് പ്രവർത്തിച്ചു, നേതാക്കളും പ്രവർത്തകരും എല്ലാവരും. छात्र नेता के तौर पर अपने करियर की शुरुआत करने वाले सतीशन 1986 में महात्मा गांधी विश्वविद्यालय संघ के चेयरमैन बने और बड़े छात्र कला उत्सवों के आयोजन के लिए उन्होंने खूब वाहवाही बटोरी। हालांकि उनका मानना है कि इस बढ़ती पहचान की वजह से ही उन्हें वरिष्ठ नेताओं के विरोध का सामना भी करना पड़ा, जिससे KSU और युवा कांग्रेस के भीतर उनके आगे बढ़ने की रफ्तार धीमी पड़ गई। निराश होकर उन्होंने अपना ध्यान स्थानीय राजनीति और हाई कोर्ट में अपने कानूनी करियर पर लगाया। 90 के दशक की शुरुआत में एक अहम मोड़ तब आया जब उन्हें NSUI का सचिव नियुक्त किया गया। 1996 के विधानसभा चुनावों में उन्होंने UDF उम्मीदवार के तौर पर CPI का गढ़ माने जाने वाले परवूर से चुनाव लड़ा, लेकिन 1000 से कुछ ज्यादा वोटों के मामूली अंतर से हार गए। हालांकि सतीशन ने हार नहीं मानी और अपने निर्वाचन क्षेत्र में काम करना जारी रखा और 2001 में परवूर सीट जीत ली। तब से वे लगातार इस सीट पर काबिज हैं। हाल के चुनाव में भी उन्होंने इसी सीट से शानदार जीत हासिल की। सतीशन को राज्य में ऐसे नेता के रूप में देखा जाता है जो साफ और अडिग रुख अपनाते हैं। जमीनी स्तर पर कार्यकर्ताओं से जुड़ाव के कारण संगठन और मतदाताओं ने उन पर भरोसा जताया। 2021 में विपक्ष के नेता का पद संभालने के बाद से सतीशन ने गठबंधन को
उपचुनावों और स्थानीय निकाय चुनावों से लेकर 2024 के लोकसभा चुनावों तक कई अहम जीतें दिलाई हैं। 140 सदस्यीय केरल विधानसभा में कांग्रेस के पास 63 विधायक हैं। उसके सहयोगी इंडियन यूनियन मुस्लिम लीग के पास 22, केरल कांग्रेस के पास 8 और रेवोल्यूशनरी सोशलिस्ट पार्टी के पास 3 विधायक हैं। ഇവിടെ നമ്മൾ